വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ നടക്കുന്ന പ്രചാരണം ഭരണഘടനയെ അധിക്ഷേപിക്കുന്നത് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുപ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല, ഭീഷണിക്ക് വശംവദരാവില്ല എന്നും കമ്മീഷൻ തുറന്നടിച്ചു. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, രാഹുൽ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളുണ്ട്. ഇന്ന് രാഹുൽ ഇത് തൻ്റെ യാത്രയിൽ അത് ആവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊക്കെ മറ്റൊരു തരത്തിൽ, അതായത് ഭരണഘടനയെ ആക്ഷേപിക്കുന്ന ആരോപണങ്ങളാണ്. ഈ രാഹുൽ ചോദിച്ച പല കാര്യങ്ങളും കൊടുക്കാത്തതിന് പിന്നിൽ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, വോട്ടർമാരുടെ പ്രൈവസിയുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി തന്നെ രാഹുലിൻ്റെ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകാൻ കമ്മീഷൻ സാധിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏതായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കമ്മീഷന്റെ പ്രതികരണം എന്ന് വ്യക്തമാണ്. ഇത് ഭരണഘടനയെ തന്നെ അപമാനിക്കുന്ന ഒരു പ്രതികരണമാണ്. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ കുപ്രചരണങ്ങൾ അത് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് കമ്മീഷൻ. ഈ പരാതി ഉന്നയിക്കാൻ ഒട്ടനവധി അവസരമുണ്ടായിരുന്നു. വോട്ടർ പട്ടികയുടെ കരട് പട്ടിക തയ്യാറാക്കുന്ന സമയം തൊട്ട് ആദ്യഘട്ടത്തിൽ അത് BLAമാർ, ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് സമീപിച്ച് അത് മാറ്റാം. പിന്നീട് ആ ഘട്ടം കഴിഞ്ഞ് ഇതിൻ്റെ പട്ടിക തയ്യാറായാൽ പിന്നീട് മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥരെ കാണാം. ഏറ്റവും ആരിൽ നിന്നും നീതി കിട്ടുന്നില്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഓഫീസറെ കാണാം, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുകളെ കാണാം. ഇതൊന്നും ചെയ്യാതിരുന്നാൽ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നീട് 45 ദിവസം വരെ ഇതിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാവകാശവും ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴിത്തരം ഒരു ആക്ഷേപവുമായി വരുന്നത് എന്തിനാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അടിവരയിട്ടാണ് കമ്മീഷൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഭയന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കമ്മീഷനില്ല. നിർഭയരായി മുന്നോട്ട് പോകും. കമ്മീഷന് മുന്നിൽ ഭരണകക്ഷിയെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷമെന്നോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെന്നോ ഒരു കാര്യവുമില്ല. ഇതെല്ലാം കമ്മീഷൻ സുതാര്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിലേതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീഹാറിൻ്റെ വോട്ടർ പട്ടികയിൽ തന്നെ 28,000-ലധികം പരാതികൾ വന്നു. അത് ആ ഘട്ടത്തിൽ പരിഹരിക്കാനുള്ള നീക്കമാണ് നടന്നത്. എല്ലാം കഴിഞ്ഞ്, തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ്, അതിൻ്റെ എല്ലാ സമയപരിധിയും കഴിഞ്ഞ് ഈ ആരോപണങ്ങളുമായി വരുന്നത് ശരിയല്ല. മാത്രമല്ല, ഈ മെഷീൻ റീഡബിൾ, അതായത് കമ്പ്യൂട്ടറിൽ ഒറ്റ ക്ലിക്കിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡാറ്റ വേണമെന്ന ആവശ്യം അത് സുപ്രീം കോടതി നിരാകരിച്ചതുകൊണ്ട് വോട്ടർമാരുടെ സ്വകാര്യത അതുമൂലം നഷ്ടമാകും എന്ന് കണ്ടെത്തിയതുകൊണ്ടാണ്. കാരണം അത്തരം ഡാറ്റകൾ പുറത്തു പോകുമ്പോൾ അത് മറ്റാളുകൾക്ക് ദുരുപയോഗം ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഒറ്റ ക്ലിക്കിൽ അവർക്ക് പല ഡാറ്റകളും കയ്യിലാക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായി അതൊക്കെ തടയാൻ വേണ്ടിയാണ് ആ നീക്കം നടത്തിയിട്ടുള്ളത്. അതേസമയം ഓരോ സ്ഥലത്തെയും വോട്ടർ പട്ടിക പരിശോധിക്കാൻ അതാത് സ്ഥാനാർത്ഥികൾക്ക് കഴിയും, ബൂത്ത് ഏജന്റുമാർക്ക് കഴിയും, അതോടൊപ്പം തന്നെ BLAമാർക്ക് കഴിയും. ഇത് എല്ലാം അതിജീവിച്ചുകൊണ്ട് വോട്ടർ മോഷണം എങ്ങനെ നടക്കാൻ കഴിഞ്ഞു എന്ന് കമ്മീഷൻ ചോദിക്കുന്നു. ബീഹാറിലാകട്ടെ ഈ പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് വളരെ സുപ്രധാനമാണ്. നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ആളുകൾ വരെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ സാഹചര്യത്തിൽ കൂടിയാണ് ആ ഒരു നീക്കം നടത്തുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു. അങ്ങനെ ഇതുവരെ ഒരു തെളിവ് നൽകാൻ കഴിയാത്ത കമ്മീഷന് മുന്നിൽ ഒരു ആരോപണവും ഉന്നയിക്കാതെ ഇപ്പോൾ ഒരു മണ്ഡലത്തിലെ ആൾക്ക് അയാളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് പരാതി ഉന്നയിക്കാം, അല്ലാത്ത ആളുകൾക്ക് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാം. ഇതൊന്നും ചെയ്യാതെ, ഒരു തരത്തിലുള്ള തെളിവും കമ്മീഷന് മുന്നിൽ ഹാജരാക്കാതെ പുറത്തുനിന്ന് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം ശരിയല്ല എന്ന വ്യക്തമായ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം കൂടിയാണ് ഇന്ന് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇനിയും ഈ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ ഇനിയും അതിന് ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും എല്ലാ കാലവും കഴിഞ്ഞതിന് ശേഷം വീണ്ടും പരാതിയുമായി എത്തിയാൽ അത് ആരുടെ തെറ്റാണെന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കും എന്നും കമ്മീഷൻ വ്യക്തമാക്കി.